ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു ചെമ്മീൻ അച്ചാറാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം ഫ്ലെയിം ഓൺ ആക്കി അതിലേക്ക് ഒരു ചട്ടി വെക്കണേ. അതിന് ശേഷം നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിടണം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് ഒരു ലൈറ്റായിട്ടുള്ളൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളകും കരിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഒപ്പം വറ്റൽമുളകും കൂടി ഇടണേ. അതിന് ശേഷം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം 4 ടീസ്പൂൺ കാശ്മീരി മുളകും പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളകും പൊടി ആകുമ്പോൾ നല്ലൊരു കളറ് നമുക്ക് കിട്ടും. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. മിക്സ് ആയതിന് ശേഷം നമുക്ക് വേണ്ടത് ഉലുവയും കടുവും പൊടിച്ചതാണ്. അതൊരു സ്പൂൺ ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയ ഉണക്ക ചെമ്മീനാണ്. ഉണക്ക ചെമ്മീൻ നമുക്ക് വേണ്ടത്ര അളവിൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് ഇളക്കണം. അതിലുള്ള മസാലയൊക്കെ ആ ചെമ്മീനിൽ പിടിക്കുന്നത് പോലെ ഇളക്കി കൊടുക്കണം. അതിന് ശേഷം ഉപ്പിടണം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണേ. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. അതിന് ശേഷം വേണ്ടത് സുറുക്കയാണ്. വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനം കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡിയായി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അച്ചാറുകൾ ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.